നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. നിയമസഹായം വേണമെന്ന് പ്രതി കോടതി അഭിഭാഷകനെ അനുവദിച്ചു. പ്രതിക്കെതിരെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് പോലീസ് കോടതിയിൽ. ജിഷ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് DGP. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാനാവൂവെന്നും Some of the facts which are required to be told to the public and to the media will tell. That is how I have been taught. പോലീസ് കഥകളിൽ വിശ്വാസമില്ലെന്ന് ജിഷയുടെ പിതാവ്. പുളിക്കടവിലെ വഴക്കിന്റെ കഥ വിശ്വസനീയമല്ലെന്ന് നാട്ടുകാർ. ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ 11 പ്രതികൾക്ക് ജീവപര്യന്തം, 12 പ്രതികൾക്ക് 7 വർഷവും 1 പ്രതിക്ക് 10 വർഷവും തടവ്. കൂട്ടക്കൊല പരിഷ്കൃത സമൂഹത്തിലെ ഇരുണ്ട മനസ്ഥിതിയെന്ന് കോടതി. അപ്പീൽ പോകുമെന്ന് ഇസാൻ ജഫ്രിയുടെ കുടുംബം. മോദിക്കേറ്റ പ്രഹരമെന്ന് കോൺഗ്രസ്. പാർട്ടി ഘടനയിൽ സമൂല മാറ്റം നിർദ്ദേശിച്ച് കോൺഗ്രസ് നയരേഖാ സമിതി. കേഡർ സ്വഭാവത്തിലേക്ക് മാറണമെന്ന് VD സതീശൻ സമിതി. ഇത്തവണ ഞാനാണ് ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ആ സ്ഥാനത്ത് തുടരും. പ്രതിപക്ഷ നേതാവ് തന്നെ UDF ചെയർമാനുമാകുമെന്ന് രമേശ് ചെന്നിത്തല. പദവി വേണ്ടെന്നുറപ്പിച്ച് ഉമ്മൻചാണ്ടി. VS അച്യുതാനന്ദന്റെ പദവി തീരുമാനം വൈകുന്നതിലെ അതൃപ്തി യെച്ചൂരി PBയിൽ അറിയിച്ചു. VSനെതിരായ പരാതി പരിശോധിക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നും യെച്ചൂരി. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് സഹകരണം തുടരണമെന്ന് ബംഗാൾ ഘടകം. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനത്തിൽ KC ജോസഫിനെതിരെ അതിവേഗ പരിശോധന. ഉത്തരവ് തലശ്ശേരി വിജിലൻസ് കോടതിയുടേത്. നടപടി ഇരിട്ടി സ്വദേശിയുടെ പരാതിയിൽ. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സെപ്റ്റംബറിൽ പുനരാരംഭിക്കുമെന്ന് BC ത്രിപാഠി. തദ്ദേശീയരുടെ പരാതികൾ പരിഹരിക്കുമെന്ന് ഗെയിൽ CMD. ത്രിപാഠി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കോപ്പ അമേരിക്കയിൽ US സെമി ഫൈനലിൽ ഇക്വഡോറിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്തു. By Besler, Sades is there, Dempsey, and it's turned home by Jazzy Sades. യൂറോയിൽ ഇന്ന് സ്പെയിൻ തുർക്കിയെയും ഇറ്റലി സ്വീഡനെയും നേരിടും. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. ജിഷ കൊലക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ 14 ദിവസത്തേക്ക് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകയറ്റാനുള്ള അപേക്ഷ അന്വേഷണ സംഘം കോടതിയിൽ പിന്നീട് സമർപ്പിക്കും. പ്രതിക്കെതിരെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. പ്രതിയെ കാക്കനാട് സബ് ജയിലിൽ അടച്ചു. വൈകിട്ട് 4:30 പ്രതിയുമായി അന്വേഷണ സംഘം കനത്ത സുരക്ഷാ വലയത്തിൽ പെരുമ്പാവൂർ കോടതിയിലെത്തിയത്. പശ്ചിമബംഗാൾ സ്വദേശി ലിപ്റ്റൺ എന്ന യുവാവിനെ ദ്വിഭാഷാ സഹായത്തിനായി കോടതിയിൽ എത്തിച്ചിരുന്നു. പോലീസ് മർദ്ദിച്ചോ എന്ന മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു പ്രതിയുടെ മറുപടി. മറ്റേതെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചപ്പോൾ അഭിഭാഷകന്റെ സഹായം പ്രതി ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിച്ച കോടതി പ്രതിയുടെ അഭിഭാഷകനായി P. രാജനെ നിയമിച്ചു. പ്രതിയെ തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കണമെന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അപേക്ഷ കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് പ്രതിയെ ഈ മാസം 30 വരെ റിമാൻഡ് ചെയ്തത്. തുടർന്ന് ഇയാളെ അതീവ സുരക്ഷയിൽ കാക്കനാട് സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. അമീറുൽ ഇസ്ലാമിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അടുത്ത ദിവസം തന്നെ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പ്രതിയെ എത്രയും വേഗം കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങളുമായാണ് പോലീസ് ഇനി മുന്നോട്ട് പോവുക. നിരവധി ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായ മറുപടികൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ അഭിലാഷ് KS-നൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ. ഈ വിഷയമാണ് ന്യൂസ് ടുഡേ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ, CPM നേതാവ് മുഹമ്മദ് റിയാസ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ PM വേലായുധൻ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് സജീവ് T. പ്രഭാകർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PM വേലായുധൻ, ഇന്നിപ്പോൾ ജിഷയുടെ പിതാവ് കൊച്ചിയിലൊരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ. താങ്കൾ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കേസിൽ CBI അന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ പിതാവിൻ്റെ ആവശ്യം. അതിന് BJP പിന്തുണയ്ക്കുന്നു എന്ന് വേണം താങ്കളെപ്പോലെ ഒരു നേതാവ് ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ. എന്താണ് ഇക്കാര്യത്തിൽ BJPക്കുള്ള സംശയം? എന്ത് ദുരൂഹത ഇനി നീങ്ങാനുണ്ട്? അല്ലെങ്കിൽ ഇതിൽ ഏതു തരത്തിലുള്ള ഇടപെടലുണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ട് ഈ കേസ് ഇനി CBIയെ ഏൽപ്പിക്കണമെന്നാണ് BJP കരുതുന്നത്? ജിഷയുടെ അച്ഛൻ പാപ്പു ആണ് ഇന്ന് പത്രസമ്മേളനം നടത്തി എഴുതി തയ്യാറാക്കിയ രേഖ പത്രക്കാരുടെ മുമ്പിൽ സമർപ്പിച്ചത്. അതിൽ പാപ്പു പറയുന്ന കാര്യങ്ങളിലൊന്ന്, ഈ കഴിഞ്ഞ 8-ാം തീയതി പാപ്പു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ കാര്യങ്ങളിലെ നിജസ്ഥിതി വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു.
വേണ്ടതെല്ലാം ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ഒരു ഉറപ്പും കൊടുത്തു. അതിൽ എടുത്തു പറയുന്ന ഒരു CI, ഒരു SI, DYSP ഈ ആൾക്കാരെക്കുറിച്ച് വ്യക്തമായി രേഖാമൂലം പാപ്പു കൊടുത്തിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം നടത്താതെ ഇപ്പോൾ ഒരു പ്രതിയെ പിടിച്ചു, അതിനെ സ്വാഗതം ചെയ്യുന്നു. ആരുമാകട്ടെ, പ്രതിയെ പിടിച്ച് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇന്നലെ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രതിയെ പിടിച്ചു, ഒരു ചെരുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടിച്ചു. ഈ തെളിവുകൾ നശിപ്പിച്ചത് ആരൊക്കെയാണ് അത് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. പാപ്പു ഇന്ന് പറഞ്ഞത് ഈ സർക്കാരിലും വിശ്വാസമില്ല, ഈ പോലീസിലും വിശ്വാസമില്ല, ഇനി ഏക വിശ്വാസം കോടതിയാണ്, അതുകൊണ്ട് ഞാൻ കോടതിയെ സമീപിക്കും. കോടതിയെ സമീപിച്ചിട്ട് ഈ കേസിൻ്റെ കക്ഷികൾ ആരൊക്കെയാണോ അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തെല്ലാം പുകിലാണ് പെരുമ്പാവൂർ പ്രദേശത്ത് നടന്നത്. അന്ന് പറഞ്ഞതെല്ലാം ഇന്ന് അധികാരത്തിൽ വന്നപ്പോൾ ഒരു അമീർ ഉൾ ഇസ്ലാമിനെ പിടിച്ചു. ശരിയാണ്, 23 വയസ്സുള്ള അമീർ ഉൾ ഇസ്ലാം. വിചാരിച്ചാൽ ഇത്രയേറെ തെളിവുകൾ നശിപ്പിക്കാൻ സാധിക്കുമോ? കേവലം 23 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കെട്ടിച്ചമച്ച് ഒരു പ്രതിയുടെ തലയിൽ വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അമീർ ഉൾ ഇസ്ലാം ഒരു ഡമ്മിയാണ്, ഡമ്മി. അതുകൊണ്ട് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ജിഷ മരണപ്പെട്ടതിൻ്റെ 3-ാം ദിവസം ജനം ചാനലിനോട് മാവേലിക്കരയിൽ വെച്ച് ഞാൻ സൂചിപ്പിച്ചു. അതുതന്നെയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. ഇത് ഒരു ഒത്തുകളിയാണ്, ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അല്ല, അതിലേക്ക് ഇടയാകുന്ന സാഹചര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എന്താണ് ഈ പ്രതി അല്ല, ഇത് ഡമ്മി പ്രതിയാണെന്ന് പറയാൻ എന്ത് വിവരങ്ങളാണ് കയ്യിലുള്ളത്? ഞാൻ സൂചിപ്പിക്കാം. ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ ബോഡി ഒരു ക്രിമിറ്റേറിയത്തിൽ ദഹിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തത് സബ് ഇൻസ്പെക്ടർ CI. അതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, അത് തെളിവ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് വകുപ്പ് തല നടപടിയോ അല്ലെങ്കിൽ തെളിവ് നശിപ്പിച്ചവർക്കെതിരെ അന്വേഷണമോ അതൊക്കെ ആകാം. അതൊന്നും അല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇത് പ്രതിയല്ല, ഇത് ഡമ്മിയാണ് ഈ പ്രതി എന്ന് പറയാൻ എന്താണ് സാഹചര്യം? എന്ത് വിവരങ്ങളാണ് ഇതിൻ്റെ പുറകിൽ? ശരിയായ അന്വേഷണം നടത്തണം. ഞാൻ ബഹുമാനപ്പെട്ട അന്നത്തെ SP-യോട്, ഇന്ന് ഈ കേസ് അന്വേഷണ SP-യോട് ഞാൻ സൂചിപ്പിച്ച 2 കാര്യമുണ്ട്. ഒന്ന്, ജിഷയുടെ അമ്മയെ വ്യക്തമായി ഒന്ന് ചോദ്യം ചെയ്യണം. 2, ഈ ആംബുലൻസ് ആലപ്പുഴയ്ക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒട്ടനവധി ടെലിഫോൺ കോളുകൾ ഈ ഡ്രൈവർക്ക് വന്നിട്ടുണ്ട്. ജിഷയുടെ അമ്മായിയാണ് കൂടെ ഉണ്ടായത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് പോണ സമയത്ത് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുമില്ല, സ്ഥലം MLA പോലും ഇല്ല. ആ ഡ്രൈവറെ ചോദ്യം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട SP-യോട് ഞാൻ നേരിട്ട് ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞു. നേരിട്ടും പറഞ്ഞു അന്വേഷിക്കണം, ആരൊക്കെയാണ് വിളിച്ചത്, എവിടെ നിന്നൊക്കെയാണ് വിളിച്ചത്. ആ ടെലിഫോൺ അന്വേഷിച്ചാൽ പിടി കിട്ടുമല്ലോ, അതൊന്നും അന്വേഷിച്ചിട്ടില്ല. അമ്മയെ വ്യക്തമായി ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ കാരണം, ഞങ്ങൾക്ക് വധഭീഷണിയുണ്ട്. ജിഷ കിടന്നുറങ്ങുമ്പോൾ തലയണക്കടയിൽ വെട്ടുകത്തി, അതേപോലെ പെൻ ക്യാമറ, ഇതെല്ലാം വെച്ചിട്ടാണല്ലോ ജിഷ കിടന്നുറങ്ങിയത്. കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ എത്രയോ പരാതി കൊടുത്തു, ഒരന്വേഷണവുമില്ല. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അന്നത്തെ MLA സാജു പോളിനെ 6-7 തവണ കണ്ടിട്ടുണ്ട് ഈ രാജേശ്വരി, ഒരു നടപടിയുമില്ല. നമ്മൾ അത് പലപ്പോഴായി ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇതാണ് BJP-യുടെ ആരോപണം. ഇതൊരു ഡമ്മി പ്രതിയാണ്, യഥാർത്ഥ പ്രതിയല്ല. ഇത് മറ്റാരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രതിയെ കൊണ്ടുവന്നതാണ്. CBIക്ക് കേസ് കൈമാറണം. അതിൽ ജിഷയുടെ പിതാവ് കോടതിയിൽ പോകുമ്പോൾ BJP രാഷ്ട്രീയമായി അതിന് പിന്തുണ നൽകും. ഇന്നലെയൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത BJP നേതാക്കൾ പോലീസിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അഭിനന്ദനം പോലീസിനാണ്, മുഖ്യമന്ത്രിക്കല്ല, ആഭ്യന്തര വകുപ്പിനല്ല എന്ന് പറഞ്ഞ BJP നേതാക്കളുടെ നിലപാടിൽ ഇന്ന് കാതലായ മാറ്റം ഉണ്ടായിരിക്കുന്നു. ഒന്ന്, കേരളത്തിലെ പോലീസിന് സ്വതന്ത്രമായി ഇടപെടുവാനുള്ള ഒരു നയം നടപ്പിലാക്കി മുന്നോട്ട് പോയി ഈ കേസ് ഉൾപ്പെടെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിച്ചതിന് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നു. കേരള പോലീസിനൊരു പൊൻതൂവലാണ്. കേരള പോലീസിനെ ശരിയായ നയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയ മുഖ്യമന്ത്രിയെയും സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇത് ഡമ്മി പ്രതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് BJP-യുടെ ഔദ്യോഗികമായ നിലപാടാണോ എന്നെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. BJP-യുടെ ഔദ്യോഗിക നിലപാടാണോ ഈ പ്രതി ഡമ്മിയാണെന്നുള്ളത്? BJP സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാടാണോ?
സംസ്ഥാന കമ്മിറ്റി നിലപാടല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ പാപ്പു എന്ന് പറയുന്നത് ജിഷയുടെ അച്ഛനാണ്. ജിഷയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെയും അന്വേഷിച്ചിട്ടില്ല. ഞാനല്ല പറയുന്നത്, ജിഷയുടെ അച്ഛനാണ്. ശരി, ജിഷയുടെ അച്ഛൻ്റെ വാദത്തെ താങ്കൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. റിയാസ്, അതാണ് ഔദ്യോഗിക BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക ഒരു വിശദീകരണമോ ആരോപണമോ ഒന്നുമല്ല. പാപ്പു എന്ന ജിഷയുടെ പിതാവിൻ്റെ വാദങ്ങൾക്ക് ശ്രീ PM വേലായുധൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് പിന്തുണ നൽകുന്ന നടപടി അല്ലെങ്കിൽ ആ പ്രസ്താവനയാണ്. അപ്പോൾ BJPയുടെ ഔദ്യോഗിക നിലപാടല്ല. ഇനി ഞാൻ പറയാം, ഇത് ഈ കേസിൽ പ്രതിയെ പിടിച്ചു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇതിൽ നമ്മൾ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളോ മറ്റൊന്നും തന്നെ കാണുന്നത് ശരിയല്ല. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണം ഇതുകൊണ്ട് അവസാനിക്കുന്നുമില്ല. ആ കേസിനെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരും പോലീസ് മേധാവിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഘട്ടമാണ്. അടുത്ത ഘട്ടം ഇനി പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്ത് എന്നൊക്കെ വന്നാലാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം കിടക്കുകയുള്ളൂ. അതുവരെയും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നത് ഉചിതമല്ല. പിന്നെ ഇവിടെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു ഡിസ്കഷൻ വരുന്നത് ഞാൻ കണ്ടു. പ്രാഥമിക തെളിവുകൾ നശിപ്പിക്കപ്പെട്ട നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടത്തിപ്പ്. സാധാരണ ഇത്തരം കേസുകളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക ഒരു സർജൻ ആൻഡ് ടീമാണ്. പഴയ ഒരു കേസിനകത്ത് കേരളത്തിൽ നമുക്കറിയാം അങ്ങനെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്, ഡോക്ടർ ഷെർലി വാസുവിൻ്റെ നേതൃത്വത്തിൽ. ദൗർഭാഗ്യവശാൽ ഇവിടെ ആരും നോക്കാനില്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ഒരു PG വിദ്യാർത്ഥി പോസ്റ്റ്മോർട്ടം നടത്തി. ആ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അപാകതകൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. അതിൻ്റെ പോരായ്മകൾ ചർച്ച ചെയ്യപ്പെട്ടു. 2, ഈ പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ എടുത്താലുള്ള ഗുണം, ശാസ്ത്രീയമായ ഗുണം, കോടതിയുടെ മുൻവിധികളൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അന്ന് പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ എടുക്കാത്തതിനെ ന്യായീകരിച്ചവരുണ്ട്. എന്നാൽ ഇന്ന് പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ എടുത്തിരുന്നെങ്കിൽ ഈ അന്വേഷണത്തിന് കുറേയേറെ ഗുണമുണ്ടാകുമായിരുന്നു എന്നറിയുന്നു. 3, ഇത് ദഹിപ്പിച്ചു. റീപോസ്റ്റ്മോർട്ടത്തിനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ വീണ്ടും സൗകര്യപ്രദമാകുമായിരുന്നു അത് കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ. പക്ഷേ അത് കരിയിച്ചു. ഇങ്ങനെ തുടക്കത്തിലുള്ള വളരെ ഗൗരവമേറിയ പാളിച്ചകളുണ്ടായി. അത് ഏതെങ്കിലും SIയോ സർക്കിൾ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഒഫീഷ്യലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ മാത്രം വ്യക്തിപരമായി എടുക്കേണ്ട ഒരു ഡിസിഷനല്ല ഇതൊന്നും. ഇത് ഹയർ ഒഫീഷ്യൽസും ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രിയും ഒക്കെ കൂടിയാലോചിച്ച് എടുക്കേണ്ട ഒരു സർക്കാർ തല നിലപാടാണ്. ഒരു ഗവൺമെൻറ് തല നിലപാടിൽ വന്നിട്ടുള്ള പാളിച്ച വളരെ ഗൗരവമാണ്. അത് ഈ കേസിൻ്റെ അന്വേഷണത്തെ വല്ലാതെ ബാധിച്ചു. ആ കേസ് അന്വേഷണത്തെ വല്ലാതെ ലാഗ് ചെയ്യിക്കുന്നതിന് കാരണമായി. ഇത് നടത്തിയ പ്രതിക്ക് സമയം കൂടുതൽ കിട്ടാനുള്ള സൗകര്യമായി. ഇത് നമ്മൾ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകളാണ്. ഞാൻ അതുകൊണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെയാണെങ്കിലും വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെ പ്രതിയെ കണ്ടെത്തി. ബാക്കി ഏത് എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. 5 ദിവസം മുമ്പ് ഇതേ ചാനലിൽ നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, പ്രതിയെ പിടിച്ചില്ല എന്നുള്ളതൊരു ആഘോഷമാക്കി പ്രതിപക്ഷം മാറ്റരുത്. അതൊരു നിലവാര തകർച്ചയാണ്. പ്രതിയെ പിടിക്കാത്തത് ഇതാ പിടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഒരാഘോഷമാക്കി മാറ്റുന്ന രീതി ജനം അംഗീകരിക്കില്ല. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കാണാം. ചുരുങ്ങിയ ദിവസം കൊണ്ട് ചിലപ്പോൾ പ്രതിയെ പിടിച്ചേക്കാം. ഇതേ റിപ്പോർട്ടർ ചാനലിൽ ഇതേ ആങ്കറുള്ള ചർച്ചയിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ ചർച്ച കഴിഞ്ഞ് 3-ാം ദിവസമാണ് ഇപ്പോൾ പ്രതിയെ പിടിക്കുന്നത്. അതുപോലെ ഞാൻ പറയുന്നു, ഇത് ഇനി നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യേണ്ട. വെയിറ്റ് ആൻഡ് സീ. 1-2 ദിവസം കൊണ്ട് ബാക്കി കാര്യങ്ങൾ പുറത്തു വരും. അതിനിടയിൽ വെറുതെ നമ്മൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ജനവും പ്രതീക്ഷിക്കുന്നില്ല, ജനവും ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട BJPയുടെ നേതാവിൻ്റെ പ്രസ്ഥാനത്തിലുള്ള ഒരു നേതാവ് തന്നെ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. മാധ്യമങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നത് ശരിയല്ല, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നിട്ടിരുന്നു. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അതേ പാർട്ടിയിലെ മറ്റൊരു സംസ്ഥാന ഭാരവാഹി ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ ഒരേ ഒരു നിലപാടേ ഉള്ളൂ, വെയിറ്റ് ആൻഡ് സീ. ബാക്കിയുള്ളത് വെയിറ്റ് ആൻഡ് സീ. ഏതായാലും ഇതുവരെ എത്തിയല്ലോ. ശരി, നമുക്ക് അക്കാര്യത്തിൽ വീണ്ടും കാത്തിരിക്കാം. ഞാൻ വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ച ഒരു കേസ് കൂടിയാണല്ലോ. ആ നിലയിൽ രാഷ്ട്രീയമായി അതിന് ചർച്ച ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളും അതിലുണ്ട്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറയുകയായിരുന്നു, പോലീസിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്, പക്ഷേ ഒരു കാര്യമേ അതിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളൂ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ അന്വേഷണ സംഘം തുടങ്ങി വെച്ചതിലൂടെ തന്നെയാണ് ഈ പോലീസും മുന്നോട്ട് പോയത്. അതിനപ്പുറത്തേക്ക് ഒന്നും കൂടുതലായി ചെയ്യേണ്ടി വന്നില്ല. ആ അന്വേഷണം ശരിയായ ദിശയിലായിരുന്നു. സ്വാഭാവികമായും ഞാൻ ചോദിക്കുന്നത്, ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകളോട് കോൺഗ്രസ് രാഷ്ട്രീയമായി അതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്.
ഒപ്പം ഈ കാര്യത്തിൽ പോലീസിന് നടപടി ശരിവെക്കുകയുമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും അവ്യക്തതയോ വല്ലതും കോൺഗ്രസിനുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസംയമനവും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുമൊക്കെ ഞാൻ വളരെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ആത്മസംയമനം അദ്ദേഹത്തിന് പണ്ടില്ലായിരുന്നു. എന്തായാലും പുതിയ മാറിയ സാഹചര്യത്തിൽ പോലീസിന് വേണ്ടി വെയിറ്റ് ആൻഡ് സീ, പോലീസിന് സമയം കൊടുക്കുക, അവർ നിഷ്പക്ഷമായും സത്യസന്ധമായി അന്വേഷിക്കട്ടെ, അവരെ സമ്മർദ്ദത്തിലാക്കരുത് എന്നൊക്കെയുള്ള ആ സാരോപദേശങ്ങൾ വളരെ നല്ലൊരു ഒരു പ്രവണതയാണ്. പക്ഷേ ഇത് ഒരിക്കലും ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് കണ്ടില്ല. ആദ്യഘട്ടത്തിൽ ആ അന്വേഷണ സംഘത്തെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കാനും കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനുമുള്ളൊരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും ആവട്ടെ, ഞങ്ങൾ ഈ പോലീസിൻ്റെ പുതിയ കണ്ടെത്തലിനെ ഞങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാക്കുന്നു. ഓരോ മാധ്യമങ്ങളും ഓരോ കാര്യങ്ങൾ പുറത്തുവിടുന്നു. വരുന്നവരൊക്കെ ഓരോ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നു. മാധ്യമങ്ങൾ സ്വന്തമായ അന്വേഷണങ്ങൾ നടത്തി അവരുടെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. ഇപ്പോൾ ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. വളരെ അസാധാരണമായ രീതിയിൽ, സാധാരണഗതിയിൽ ഇതിലും പ്രമാദപരമായ നിരവധി കേസുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പ്രമാദകരമായിട്ടുള്ള പല കേസുകളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത്തരം കേസുകളിലൊക്കെ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസിന് അതുവരെയുള്ള ധാരണകളും എന്തടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് പിടിച്ചത് എന്നും പോലീസിനുള്ള ബോധ്യങ്ങളുമൊക്കെ പബ്ലിക്കിനോട് പറയുക എന്നുള്ളത് സാധാരണമായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും, അല്ലാതെ എല്ലാവരുമല്ല പറയുന്നത്, വളരെ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ മേധാവി പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. ഇനി ആ കാര്യങ്ങളില്ല എങ്കിലും പോകട്ടെ, ഇന്നലെയൊക്കെ പുറത്തേക്ക് വിടുന്ന ഏതായാലും പോലീസിൻ്റെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് പുറത്തുവിടുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ മാധ്യമങ്ങളിലൂടെ വരുന്നത്, അല്ലാതെ മാധ്യമങ്ങൾ ഊഹിച്ചിരുന്ന കഥകൾ എഴുതുന്നതല്ലല്ലോ. അപ്പോൾ പലരും പല രീതിയിലേക്ക് വിടുകയാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് വളരെ വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയ ഒന്ന്, അയാൾക്ക് നേരത്തെ അദ്ദേഹത്തിന് ഒരുപാട് കേസ് ആ പ്രതിയുടെ പേരിലുണ്ട് ആസാമിൽ. ഇന്നിപ്പോൾ വേറൊരു ചാനൽ പറയുന്നു അങ്ങനെ ഒരു കേസുമില്ല, അങ്ങനെ ഒരു പശ്ചാത്തലമല്ലാതെ അയാൾക്കുള്ളത് എന്ന് പറയുന്നു. വേറെ അവിടെ കുളിക്കടവിൽ അതാണ് കേസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് എന്നുള്ള മോട്ടീവ്, ഈ കൃത്യം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കുളിക്കടവിൽ സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ അവിടെ വന്നു പ്രശ്നമുണ്ടാക്കി. ഇയാളെ അവരുമായിട്ടുള്ള പ്രശ്നമുണ്ടായപ്പോൾ ഈ ജിഷ ചിരിച്ചു. അതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ്. ഇങ്ങനൊരു സംഭവം പോലും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടിലുള്ള സ്ത്രീകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കഥകൾ പുറത്തേക്ക് വിടുമ്പോൾ ആ ദുരൂഹതകൾ മാറ്റാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പോലീസിന് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങൾ പുറത്തു വിട്ടത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ മറച്ചു വെക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ അത് പുറത്തുവിടണമെന്നില്ല. എങ്കിലും പൊതുവായി അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഈ കഥ എഴുതിയാലല്ലോ, ഈ ഇത്തരത്തിലുള്ള അഭിയോഗങ്ങൾ പുറത്തുവിടില്ലല്ലോ. ഇത് കൂടുതൽ സംശയം ഉണ്ടാക്കിയിരിക്കും. അതായത് താങ്കൾ പറയുന്നത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പോലീസ് ജനങ്ങളോട് പറയണം, മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറയണം. അങ്ങനെയാണെങ്കിൽ ഈ ആശയക്കുഴപ്പത്തിനോ ഈ കൂടുതൽ കഥകൾ ഉണ്ടാകുന്നതോ ഒക്കെ ഒഴിവാകും. ഞാൻ ആ അഭിപ്രായത്തോട് ഒരു പരിധിവരെ യോജിച്ചുകൊണ്ട് തന്നെ ശ്രീ മുഹമ്മദ് റിയാസിനോട് ചോദിക്കട്ടെ. ശ്രീ റിയാസ്, ഇപ്പോൾ പോലീസ് പ്രചരിപ്പിച്ച, അല്ലെ പോലീസിൻ്റെ സോഴ്സിൽ നിന്ന് കിട്ടിയതെന്ന ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയുന്നത് ഈ കുളിക്കടവിലെ വഴക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് ആ നാട്ടുകാർ, ഒരാൾ തന്നെയല്ല, ഒരു കൂട്ടം സ്ത്രീകൾ, ആ മേഖലയിൽ താമസിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ആ പോലീസിൻ്റെ കഥ നുണക്കഥയാണെന്ന് തള്ളിക്കളഞ്ഞ് അതിനെ നിരാകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പോലീസ് ഈ പ്രതിയുടെ മോട്ടീവ് എന്താണ്? നമുക്ക് അങ്ങനെ വിശദമായി ചർച്ച ചെയ്യണമെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കണം. എങ്കിൽ പോലും രാഷ്ട്രീയമായി ശ്രീ ജോസഫ് വാഴക്കൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ഞാൻ മറുപടി തേടുകയാണ്. ഈ കൃത്യത്തിന് പ്രതിയെ പ്രേരിപ്പിച്ച മോട്ടീവ് എന്താണ്? അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു, ലക്ഷ്യം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. വലിയ തോതിലുള്ള സംശയമുണ്ട്. അക്കാര്യത്തിൽ പോലീസ് കേന്ദ്രങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞ കഥകൾ ഒട്ടും തന്നെ വിശ്വസിക്കാൻ ഒരു ഭാഗം ആളുകൾ തയ്യാറാകുന്നതേയില്ല. ഒന്ന്, അന്വേഷക സംഘത്തിൻ്റെ ക്യാപ്റ്റൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഓരോ അന്വേഷണത്തിൻ്റെ ഓരോ പിൻ പോയിൻറ്റും ചെയ്തുകൊണ്ട് എന്തെന്ന് പറയാൻ ഞാൻ എന്തായാലും അന്വേഷക സംഘത്തിലില്ല. പക്ഷേ വേറെ ചില കാര്യങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി പറ്റും. ഒന്ന്,
ഈ അന്വേഷണത്തിൻ്റെ സ്വഭാവം അത് പൊതുവെ സ്വാഗതം ചെയ്യേണ്ടതാണ്. നേരത്തെ ശ്രീ ജോസഫ് വാഴക്കൻ ഇവിടെ പഴയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ശരിയാണ്, പഴയ അന്വേഷണത്തിലെ ചില കാര്യങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് 3-4 പേരെ തലയിൽ മുഖംമൂടിയിട്ട് കൊണ്ടുപോയി. അത് പെരുമ്പാവൂർ DYSPയുടെ ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ദിനപത്രങ്ങൾ, അത് ഒന്ന് ചന്ദ്രികയാണ്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ഔദ്യോഗിക വീക്ഷണം പറയുന്ന പത്രമാണ്, 2 വീക്ഷണം ദിനപത്രമാണ്, 3 കേരള കൗമുദി പത്രമാണ്. ഇതിൽ ആദ്യ 2 പേര് പറഞ്ഞ പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ വെണ്ടക്ക അക്ഷരത്തിൽ പ്രതികളെ പിടിച്ചു എന്ന് പറഞ്ഞ വാർത്തയായിരുന്നു. മെയ് മാസം 14 ആ ദിനം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ്. അന്നത് ഞങ്ങൾ പിറ്റേന്നതൊരു വിഷയമായി വരാതായപ്പോൾ ഞങ്ങൾ ശക്തമായി നിലപാടെടുത്തിരുന്നു. കാരണം ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇതുപോലുള്ളൊരു കേസിൽ ജനം ആഗ്രഹിക്കുന്ന നാളെ ഒരു ജിഷ, ഒരു അമ്മ പെങ്ങന്മാർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതിൽ നിലപാടെടുക്കേണ്ട സർക്കാർ കേവലം സങ്കുചിതമായി അധികാരത്തിൻ്റെ ഭാഗമായുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇതിനെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തിരുന്നു. അത് കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ നിലപാടെടുക്കുന്നത് ജനങ്ങളുടെ മനസ്സിലെ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലമായിട്ടായിരുന്നു. അതിൽ ഞങ്ങൾ ആ നിലപാട് എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ പിന്നെ എന്തിനാ പറ്റുക? സാധാരണ അമ്മ പെങ്ങന്മാരുടെ മനസ്സിലുണ്ടായ കടുത്ത രോഷം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ സാമൂഹിക പ്രവർത്തകർ എന്ന് പറഞ്ഞ് ഈ ഇങ്ങനെ നടക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. ഇന്നിപ്പോൾ വിഷയം എന്താ? ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. ഇന്നിപ്പോൾ ഹെൽമെറ്റ് ഇട്ട് ഒരാളവിടെ കൊണ്ടുവന്നു. ഞങ്ങളന്ന് ഉയർത്തിയ ശബ്ദം ഇത് തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് പറയുന്നത് പോലെ ശക്തമായി ഉയർത്താൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ പഴയ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലും തയ്യാറാകുന്നില്ല. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയാം. അതുകൊണ്ട് ഇത് ഹെൽമെറ്റ് ഇട്ട് ആളെ കോടതി കൊണ്ടത് തന്നെ തട്ടിപ്പാണെന്ന് പറയാൻ, ഞങ്ങളന്ന് മുഖംമൂടി അണിഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന് തട്ടിപ്പാണെന്ന് പറഞ്ഞതുപോലെ പറയാൻ പ്രതിപക്ഷ നേതാവിനോ പ്രതിപക്ഷത്തെ പക്വതയോടുകൂടി കാര്യങ്ങൾ കാണുന്നവരോ തയ്യാറാകില്ല. അത് തന്നെ ഈ അന്വേഷണത്തിൻ്റെ വിജയമാണോ? എന്താണ് പഴയ അന്വേഷണവും ഇപ്പോഴത്തെ അന്വേഷണവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എന്താണ് പഴയ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയവും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയവും തമ്മിലുള്ള വ്യത്യാസം? അതുതന്നെയാണ്. പണ്ട് അനാവശ്യമായി പോലീസിൽ ഇടപെട്ടു. പോലീസിനെ രാഷ്ട്രീയ ഉപകരണമായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഗവൺമെൻറ് ഉപയോഗിച്ചു. ഇപ്പുറത്ത് പോലീസ് ഇൻഡിപെൻഡൻ്റായി പോകണം, സ്വതന്ത്രമായി പോകണം എന്നുള്ള കാഴ്ചപ്പാട് നടത്തി. ഇപ്പം ഇങ്ങനെ ഈ കുളിക്കടവിലെ വാർത്ത പോലെ പ്രചരിപ്പിക്കപ്പെടുന്ന ന്യൂ മീഡിയയിലൊരു വാർത്തയുണ്ട്. ആ വാർത്ത മറ്റൊന്നുമല്ലോ, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ പണ്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കേസിനെ ബാധിച്ചു എന്നുള്ള വാർത്തയാണ്. ഞാൻ പക്ഷേ അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലുള്ള വാർത്ത പോയിന്റ് ഔട്ട് ചെയ്തൊരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണ് ഇതിൻ്റെ കാരണമെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ തിരിച്ച് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷക സംഘത്തിലുള്ളവർ തമ്മിലടിച്ചു ആ ഭരണകാലത്ത്? ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു പ്രതിയെ പിടിച്ചു, ഇത് 1ാം ഘട്ടമാണ്, അടുത്ത ഘട്ടം വരുന്നു. ആ ഘട്ടം വന്നാൽ അതും നമുക്ക് ചർച്ച ചെയ്യാം, പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടം വന്നാൽ അതും ചർച്ച ചെയ്യാം. എന്തായാലും ഒന്ന് ശരിയായി, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് ജിഷയുടെ അമ്മക്ക് നൽകിയൊരു ഉറപ്പ്, ആ ഉറപ്പ് പാലിച്ചു. നാളെ ഒരു ജിഷ, നാളെ ഒരു അമ്മ പെങ്ങന്മാർക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകരുത് എന്നുള്ള നിലയിലുള്ള മാതൃകാപരമായ ഒരു ഇടപെടലുണ്ടായി. അതിനെ കേരളത്തിലെ ജനങ്ങളുടെ വികാരമായി കണ്ടുകൊണ്ട് തന്നെ പോലീസിനെയും സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കാൻ തയ്യാറാവുകയാണ്. ശരി, അതാണ് താങ്കളുടെ വിശദീകരണം. ഞാൻ ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾക്ക് അതിന് മറുപടി ഉണ്ടാകും. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പ് അഡ്വക്കേറ്റ് സജീവ് ടി പ്രഭാകർ, ഇപ്പോൾ വന്നിരിക്കുന്ന തെളിവുകൾ, നമുക്ക് മുന്നിലുള്ള തെളിവുകൾ, അത് നമുക്ക് ഇഴകീറി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഫോറൻസിക് നിലവാരമുള്ള ആ നിലയിൽ പരിഗണിക്കേണ്ട തെളിവുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും, ശാസ്ത്രീയ പരിശോധനാ ഫലവും സാഹചര്യ തെളിവുകളും പ്രതിക്കെതിരെ ഉണ്ട് എന്ന് ഇന്ന് കോടതിയിൽ പോലീസ് പ്രാഥമികമായി പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ അറിവിൽപ്പെട്ടിട്ടുള്ളൂ, ഇപ്പോൾ DNA പരിശോധനയുമായി ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് നമ്മുടെ മുന്നിലുള്ള തെളിവുള്ളത്. അത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തെളിവുമാണ്. നിലവിലുള്ള വിവരങ്ങൾ പ്രകാരം, നമ്മളുടെ മുന്നിലുള്ള ഈ വിവരങ്ങൾ അനുസരിച്ച് പ്രതിക്ക് കോടതിയിലേക്ക് പ്രതിയെ ഹാജരാക്കുന്നതിന് പര്യാപ്തമായ, വിചാരണയിലേക്ക് പ്രതിയെ എത്തിക്കുന്നതിന് പര്യാപ്തമായ തെളിവ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? ഇനിയും തെളിവ് ശേഖരണം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എങ്കിൽ പോലും പ്രാഥമികമായി നമ്മളുടെ മുന്നിലുള്ള വിവരങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ DNA പരിശോധന മാത്രമാണ് ഒരു കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത് വെച്ചായിരിക്കാം ഒരു പക്ഷേ പോലീസ് ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുള്ളതും ഈ കേസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും. മറ്റ് തെളിവുകളും, അതായത് ഒരു സാഹചര്യ തെളിവ് എന്നുള്ള ഘട്ടത്തിലാണ് ഇത് നിൽക്കുക. ആളെ നേരിട്ട് ആരും കണ്ടിട്ടില്ല. അവിടെ വരുമ്പോൾ സാധാരണഗതിയിൽ പോലീസിനൊരു സ്റ്റോറി വേണം.
അതായത് ഞാൻ നിയമപരമായിട്ടാണ് പറയുന്നത്. കാരണം ഹൈക്കോടതികളിലും ട്രയൽ കോടതികളിലും ഞങ്ങൾ കേസുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പോലീസിൻ്റെ ഒരു ഭാഷ്യമുണ്ട്. എന്താണ് ജനസിസ് ഓഫ് ഒക്കറൻസ്, എങ്ങനെയാണ് ആ സംഭവം നടന്നത്. ഇന്ന് പോലീസ് പറയുന്ന വേർഷൻ നോക്കിയാൽ അതിലൊരു 80% വിശ്വസനീയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് ഔദ്യോഗികമായി ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു വിശദീകരണം നൽകണമെന്ന് പോലീസിനോട് നമുക്ക് ഈ ഘട്ടത്തിൽ നിർബന്ധിക്കാനും കഴിയില്ല, പറ്റില്ല. പക്ഷേ ഒന്ന് നമ്മൾ ആലോചിക്കണം, ഒരു പ്രതിയെ കൊണ്ടുവന്ന് ഇയാളാണ് പ്രതി എന്ന് പറയുമ്പോൾ പ്രൈമ ഫേസി, അത് പ്രഥമദൃഷ്ട്യ അവിടെ ഒരു തെളിവുകൾ വേണം. അല്ലെങ്കിൽ പറയുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് എങ്ങനെ സംഭവിച്ചു, എനിക്ക് വളരെ മിനിമമായിട്ട് എനിക്ക് തോന്നുന്നു ലൈംഗിക തൃഷ്ണ കൂടുതലുള്ള ഒരാളാണ് പ്രതി. അതുകൊണ്ട് അയാൾ ജിഷയെ കയറി പിടിച്ചു, ജിഷയെ കൊല്ലാൻ ശ്രമിച്ചു, കത്തി കൊണ്ട് കുത്തി, വെള്ളം ചോദിച്ചപ്പോൾ മദ്യം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇയാൾ നടന്നു നീങ്ങി, കനാലിലൂടെ നടന്നു നീങ്ങുന്നു. അയാളുടെ ചെരുപ്പ് കനാലിൽ പൂണ്ടുപോകുന്നു. ആ ചെരുപ്പ് പോലീസിന് കിട്ടുന്നു. ഇയാൾ കത്തിയുമായി അയാളുടെ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ ആ കത്തി ഉപേക്ഷിക്കുന്നു. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ആ വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. സാക്ഷിമൊഴികൾ, അയൽവക്കത്തെ വീടുകളിൽ നിന്ന് ആ സമയത്ത് ജിഷയുടെ വീട്ടിൽ നിന്ന് കേട്ട ചില സംഭാഷണ ശകലങ്ങൾ, അതൊക്കെ ഈ പോലീസിന് മുന്നിൽ മൊഴികളായി തന്നെ, രേഖാമൂലമുള്ള മൊഴികളായി തന്നെ ഉണ്ട്. അതൊന്നും താങ്കൾ പറഞ്ഞ കഥയുമായി പൊരുത്തപ്പെടുന്നുമില്ല. ഇടപെട്ടോട്ടെ. ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം കേട്ടത് ആ കൊല ചെയ്യപ്പെട്ടത് കമ്പിപ്പാര കൊണ്ടെന്നാണ്. ഈ കമ്പിപ്പാര പോയി ഇപ്പം അത് കത്തിയായിട്ട് മാറി. ഇവിടേക്കാണ് ബലമായ സംശയം. ഈ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ, പോലീസ് പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ പത്രക്കാരെ കാണാമെന്നും പത്രക്കാരോട് പറയാമെന്നും അന്ന് ഈ ഉന്നത പോലീസുകാർ പറഞ്ഞിരുന്നു. പക്ഷേ പ്രതിയെ പിടിച്ചിട്ട് ഇപ്പോൾ പത്രക്കാരെ കാണുന്നില്ല. കാരണം അതിന് DGP നൽകുന്ന വിശദീകരണം, ഇതൊരു പ്രോസസ്സാണല്ലോ, ഇൻവെസ്റ്റിഗേഷൻ. അതിൻ്റെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയാതെ അതിൻ്റെ ഏതെങ്കിലും വിശദാംശങ്ങൾ പറയുന്നത് തുടരന്വേഷണത്തെ ബാധിക്കും. അത് പത്രക്കാരെ കണ്ടാൽ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഈ പോലീസുകാർക്ക് സാധിക്കില്ല എന്ന് വ്യക്തമായിട്ടറിയാം. ഇത് ഓരോന്ന് മാറ്റി മാറ്റി പറയുന്നു. ഈ കമ്പിപ്പാര എങ്ങനെ കത്തിയായി മാറി? വലിയ സംശയമാണല്ലോ എല്ലാവരുടെ ഇടയിലും. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടല്ലോ. കമ്പിപ്പാര കത്തിയായിട്ട് മാറുമോ? മുഖ്യഭാഗത്ത് കയറ്റി വിട്ടിട്ടാണല്ലോ ഈ കുടൽ പുറത്ത് വന്നത്. എല്ലാ ഫേസ്ബുക്കിലും ഇത് വന്നതാണല്ലോ, ഈ ബോഡിയുടെ ഈ കിടപ്പ് വന്നതാണല്ലോ. അതൊക്കെ എങ്ങനെ മാറിപ്പോയി? ഒരു പക്ഷേ അത് പോലീസ് അതിന് വിശദീകരണം നൽകണം, അല്ലെങ്കിൽ നൽകണമായിരുന്നു. അവർ അക്കാര്യത്തിൽ ഒരു പക്ഷേ വിശദീകരണം നൽകാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും കഴിയാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഇഴകീറിയുള്ള പരിശോധനയെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ലെങ്കിലും ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഞാൻ നേരത്തെയും ചോദിച്ചത് തന്നെയായിരുന്നു, ഈ പ്രതിയെ പിടിച്ചു എന്ന കാര്യത്തിൽ ഈ അന്വേഷണ സംഘത്തെ അഭിനന്ദിക്കുന്നില്ലേ താങ്കളും? അല്ല, നമുക്ക് പ്രതി ഇതാണ് എങ്കിൽ തീർച്ചയായിട്ടും അഭിനന്ദനാർഹം തന്നെയാണ്. നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു കൺഫർമേഷൻ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു, റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു, സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ ഇയാൾക്കെതിരാണെന്നൊക്കെ പറഞ്ഞു. ആ നിലയിൽ ഒരു കൺഫർമേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം, ഇതിന്റെ മോട്ടീവാണ് ഈ ക്രൈമിലേക്ക് നയിച്ച സാഹചര്യം സംബന്ധിച്ചാണ്. പോലീസ് അക്കാര്യത്തിലും ഒരു പരസ്യമായ നിലപാടിലേക്ക് വരുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ എവിടെയോ കിടക്കുന്നത് പോലെയാണ് പോലീസിൻ്റെ ഓരോ ഇടപെടലുകളും. ഞാൻ ഇതിനകത്ത് നമുക്ക് ഇത് പ്രതിയാണ് എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നതും. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാനാണ് കൂടുതൽ ഇഷ്ടവും. നമുക്ക് വേറൊരു അഭിയോഗം പരത്താനോ അതല്ലെങ്കിൽ CPMകാർ സാധാരണ ചെയ്യുന്നത് പോലെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളൊക്കെ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ നേരത്തെ മുഹമ്മദ് റിയാസൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ പോലീസ് നയത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ്. അങ്ങനെയാണെങ്കിൽ അമ്മപെങ്ങന്മാരുടെ ജീവൻ മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെ ജീവനും അതിൻ്റെതായ വിലയുണ്ട്. 51 വെട്ടുകൊണ്ട് മരിച്ച TP ചന്ദ്രശേഖരൻ്റെ ജീവനും അതുപോലെ വിലയുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ജീവനുകളുടെ വിലയുണ്ട്. അതിൽ സുക്കൂറിൻ്റെ ജീവന് വിലയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിലകളുണ്ട് അവർക്ക് കൊടുക്കുന്നത്. അതിലൊക്കെയുള്ള കൊലക്കേസ് പ്രതികളെയൊക്കെ എങ്ങനെയാണ് കേരള സമൂഹത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുനടന്നതെന്നും അവർക്കൊക്കെ കൊടുത്തിട്ടുള്ള മാന്യതകളൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പോലീസ് നയത്തെക്കുറിച്ചൊന്നും പറയണ്ട. ഇന്നും ഞങ്ങൾ കണ്ടതാണ് തലശ്ശേരിയിലെ പാവപ്പെട്ട 2 സ്ത്രീകളെ ജയിലിലേക്ക് കാണിക്കുന്നത് ഏത് വാർത്തയാണ്? ഇത് പഴയ ഏതോ ഒരു വാർത്തയാണെന്ന് തോന്നുന്നു. റിയാസ്, അതെ, ജിഷയുടെ ഘാതകൻ
ഡാർജിലിംഗിൽ പിടിയിൽ. ആ ജിഷയുടെ ഘാതകൻ ഡാർജിലിംഗിൽ പിടിയിൽ. ഇത് പത്രത്തിന്റെ ഡേറ്റ് കൂടി ഇതിന് മുകളിലുണ്ട്, 15-ാം തീയതി. ആ അല്ല എന്ത് സാഹചര്യത്തിലാണ് അത് തെരഞ്ഞെടുപ്പിന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായിരുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ചെയ്ത ഒരു പണിയാണിത്. ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ പ്രതിനിധി. രണ്ടാമത്തത് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടില്ല, 4 പേരെ തലയിൽ മുഖംമൂടിയിട്ട് കൊണ്ടുപോയി. അത് ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആരാണെന്ന് അറിയാൻ കേരളീയ സമൂഹത്തിന് 4 പേർക്ക്. അതെ, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. 4 പേരുടെ തലയിൽ മുഖംമൂടിയിട്ട് കൊണ്ടുപോയി. പെരുമ്പാവൂർ DYSPയുടെ ഓഫീസിലേക്ക് മുഖംമൂടിയിട്ട് കൊണ്ടുപോയി. പ്രതികളെ പിടിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഏർപ്പാടിനെ ശരിക്കും എന്താണ് നമ്മൾ പറയേണ്ടത്? തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടി പോലീസ് അന്വേഷണത്തെ ഉപയോഗിക്കുന്ന രീതി, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ പരസ്യമായി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമായിരുന്നു. മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല. പ്രധാനപ്പെട്ട 3 ദിനപത്രങ്ങളിലെ തലക്കെട്ടാ ഞാൻ പറഞ്ഞ, അതിന് ഉത്തരമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ ഈ ആയുധം എന്ത്, മറ്റു കാര്യങ്ങൾ എന്ത് എന്നുള്ളതും ഒക്കെ ഇപ്പൊ ഞാൻ പറയേണ്ട ആളല്ല. പിന്നെ കൊലപാതകത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയതുപോലെ 10-1 പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒരു മനുഷ്യനും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ഗ്രൂപ്പ് പോരിന്റെ പേരിൽ 3 പേരെ കൊലപ്പെടുത്തിയവരാണ് മധു, ഈച്ചരത്ത്, ലാൽജി, ഹനീഫ. ആ കണക്കിലേക്ക് പോകേണ്ടതില്ല. അപ്പൊ മനുഷ്യന്മാരെ ജീവന് വില കൽപ്പിക്കുന്നവരാണ്. ഒരു സെക്കൻഡ് ഏതെങ്കിലും പത്രങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ലാതെ ഏതെങ്കിലും പത്രങ്ങളിൽ എവിടെയെങ്കിലും എഴുതുന്ന വാർത്തകൾ വെച്ചുകൊണ്ടൊന്നും ഒരു ഗവൺമെന്റിന്റെ നിലപാടായിട്ടോ അല്ലെങ്കിൽ പോലീസിന്റെ നിലപാടായിട്ടോ അതിനെ കണക്കാക്കാനാവില്ല. അങ്ങനെയെങ്കിൽ ദേശാഭിമാനി പത്രം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും തെരഞ്ഞെടുപ്പിനോട് ദിവസങ്ങളിലും ഇറക്കിയിട്ടുള്ള അത്ര കള്ളം, അത്രയും പച്ചക്കള്ളം വേറൊരു പത്രം പോലും അച്ചടിച്ചിറക്കിയിട്ടില്ല. എനിക്കറിയാം, എന്നെക്കുറിച്ച് പോലും ഇറക്കിയിട്ടുള്ള പച്ചക്കള്ളങ്ങൾ എനിക്കറിയാം. ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നതാണ്. പെരുമ്പാവൂർ ഈ സംഭവത്തോടനുബന്ധിച്ച് രാപ്പകൽ സമരം നടത്തിയവരാണ് നിങ്ങൾ. വീക്ഷണം ദിനപത്രം കോൺഗ്രസിന്റെ പത്രമാണോ? റിയാസെ, ചന്ദ്രിക ദിനപത്രം മുസ്ലിം ലീഗിന്റെ പത്രമാണോ? റിയാസെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കേരള കൗമുദി പത്രം ഈ കേരളത്തിൽ ഇറങ്ങുന്ന പത്രമല്ലേ? അന്നത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ മറുപടി എന്താ? ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ മറുപടി എന്ത്? 4 പേരുടെ തലയിൽ മുഖംമൂടി അണിഞ്ഞ് ഞാൻ പച്ചക്കള്ളം പറഞ്ഞാണോ? ഈ നാട്ടിലെ ജനങ്ങൾ കേട്ടതല്ലേ? അതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ പത്രങ്ങളിൽ പരസ്യമായി പ്രതികരിച്ചില്ലേ? അതിലേക്കൊന്നും ഞാൻ പോയതല്ല, നിങ്ങൾ എത്തിച്ചതാണ്. ഞാൻ ഈ ചർച്ച അങ്ങോട്ടൊന്നും പോകാൻ ആഗ്രഹിച്ചില്ല. ചർച്ച പോകേണ്ടടുത്ത് അല്ല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 4 പേരെ മൂടി അണിയിച്ച് പെരുമ്പാവൂർ DYSPയുടെ അടുത്തേക്ക് കൊണ്ടുപോയ പോലീസിന്റെ നിലപാട്, ആ നിലപാട് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് മാപ്പ് പറയേണ്ട സമയമാണിത്. അത് അദ്ദേഹം പറഞ്ഞില്ല. കേരള കൗമുദി പത്രം നിങ്ങൾ മാറ്റി. ഞാൻ ചോദിക്കട്ടെ, പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചോണ്ട് പോയാൽ അതിലെ ഫ്രണ്ട് പേജ് വാർത്തയുടെ ഫോട്ടോ ആണ് അവിടെ കൊടുത്തത്. എനിക്കൊരു മറുപടി പറഞ്ഞിട്ട് റിയാസെ, അതുപോലെ തന്നെ ആണെങ്കിൽ ഹെൽമെറ്റ് ധരിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് 2 ദിവസമായാലും നടക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രതിയായിട്ട് എന്താണെന്ന് ഇതുവരെ വെളിയിൽ പറയാതെ. അതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? അതിനെക്കുറിച്ച് പിണറായി വിജയൻ മറുപടി പറയണ്ടേ? 2 ദിവസമായിട്ട് ഹെൽമെറ്റും ധരിപ്പിച്ച് ഈ നാട്ടുകാർക്ക് മുഴുവൻ കഥയുണ്ടാക്കാനായി ഓരോ മാധ്യമങ്ങൾക്ക് ഓരോ വാർത്തകൾ ചോർത്തി കൊടുത്ത് ടോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതാണോ കേരളത്തിലെ ഒരു പോലീസ് സമൂഹം ചെയ്തിട്ട് ഇന്നലെ വരെ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളിലും ഇങ്ങനെയാണോ? പോലീസിന് അതുവരെ ഉണ്ടായിട്ടുള്ള ധാരണകൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് നമ്മൾ ഇന്നുവരെ കണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ധാരണ പറയാറില്ല, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ റിയാസിനോട് ചോദിക്കാനുള്ളത്? താങ്കൾ കുറച്ച് സമയമായി റിയാസിനോട് ഞാൻ പറഞ്ഞത്, ഈ സംഭവത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ സമരരംഗത്ത് ജനങ്ങളെ പങ്കെടുപ്പിച്ച് രാപ്പകൽ സമരം നടത്തിയവർ റിയാസിൻ്റെ പാർട്ടിയാണ്. ബഹുമാനനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന ഞാൻ മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്തു. കാരണം ജിഷയുടെ അമ്മയ്ക്ക് 5000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചു.
അന്വേഷണ സംഘത്തെ മാറ്റി, പുതിയ അന്വേഷണ അതും സമ്മതിക്കുന്നു. ഈ അന്വേഷണ സംഘമാണ് കലാഭവൻ മണിയുടെ കേസ് അന്വേഷിച്ചത്. അതിനകത്തൊരു പ്രധാന ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കട്ടെ. ജിഷയുടെ സഹോദരിക്ക് ജോലി കൊടുത്തു, സ്വാഗതം ചെയ്യുന്നു. 45 ദിവസത്തിനുള്ളിൽ വീട്, അതും സ്വാഗതം ചെയ്യുന്നു. അതോടെ നിങ്ങൾ സമരപ്പന്തൽ എന്തിനാ വിളിച്ചത്? പ്രതിയെ പിടിച്ചില്ലല്ലോ. ഈ കേസിലെ ഈ കൊലപാതകത്തിലെ പ്രതിയെ പിടിച്ചില്ലല്ലോ. പ്രതിയെ പിടിക്കുന്നവരല്ലേ രാപ്പകൽ സമരം ചെയ്തത്. നിങ്ങൾ എന്തിനാ സമരപ്പന്തൽ പൊളിച്ചുകൊണ്ട് പോയി? നിങ്ങൾ ഉത്തരം പറയണം ജനങ്ങളോട്, സമാധാനം പറയണം. അതിന് വല്ല ഉത്തരവുണ്ടോ? റിയാസിന് ഉത്തരവുണ്ടോ? നിങ്ങൾ ചെയ്തത് പ്രതിയെ പിടിക്കുന്നത് വരെ രാപ്പകൽ സമരം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തിയത്. ബഹുമാനായ VS അച്യുതാനന്ദൻ അന്ന് ചോദിച്ചല്ലോ അന്നത്തെ MLA-യോട്, താൻ 15 കൊല്ലം MLA ആയിരുന്നില്ലടോ, എന്നിട്ട് 2 സെന്റ് ഭൂമി അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അന്ന് ചോദിച്ചത് പ്രതിപക്ഷ നേതാവാണ്, ഞാനല്ല. VS അച്യുതാനന്ദനാണ് ചോദിച്ചത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാനില്ല. എന്നിട്ട് നിങ്ങൾ വേറെ പല വഴിക്കും കൊണ്ടുപോകുന്നു. ഇതിനകത്ത് എൻ്റെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. ഈ ജിഷയെ കൊലപ്പെടും എന്ന് അറിഞ്ഞ സമയത്താണ് ഭീഷണി ഉണ്ട്. അത് പറഞ്ഞുകൊണ്ടാണല്ലോ കുറുപ്പുംപടി സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അമ്മയും കൊടുത്തല്ലോ, ഒരു നടപടിയില്ലല്ലോ. എന്തിന് വെട്ടുകത്തി തലക്കെ വെച്ച് കിടന്നുറങ്ങി? എന്തിന് പെൻ ക്യാമറ വെച്ചുകൊണ്ട് കിടന്നുറങ്ങി? അതൊന്നും ഇപ്പം വ്യക്തമല്ലല്ലോ. ജനങ്ങളുടെ സംശയം ദൂരീകരിച്ചു കൊടുക്കണം. നിങ്ങളിപ്പോൾ ഭരണത്തിലിരിക്കുകയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് ഈ സംശയം ദൂരീകരിക്കണം. ഈ ഇരിക്കുന്ന നിങ്ങൾക്കും ഈ സംശയമുണ്ട്. നിങ്ങൾ പ്രതിപക്ഷത്താണെങ്കിൽ ഇതിനേക്കാൾ ഏറെ കത്തി കയറുമായിരുന്നേനെ. ഇപ്പം നിങ്ങൾ ഭരണപക്ഷത്താണ്. നിങ്ങളെല്ലാം ഇപ്പം ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞ് മുന്നോട്ട് പോകാണ്. പറയാം റിയാസിൻ്റെ മറുപടി, അത് നമുക്ക് ചുരുക്കത്തിൽ മറുപടി കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഒന്ന് മറുപടി പറയാൻ സമയം തരണം. കാരണം തെരഞ്ഞെടുപ്പിൽ ചെയ്തതുപോലെ തന്നെ രണ്ടുപേരും കൈകോർത്തുകൊണ്ടാണ് കോലിബി മോഡലിലാണ് ചർച്ചയിലും പങ്കെടുക്കുന്നത്. അതുകൊണ്ട് മറുപടി രണ്ടുപേർക്കും കൊടുക്കാനുള്ള സമയം തരണം. ഒന്ന്, അതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു മഞ്ഞപ്പത്രം പോലും എഴുതാൻ മടിക്കുന്ന കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ചർച്ചയിൽ പറയാൻ ഞാൻ ആളല്ല. ഇവിടെ അതെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാൻ സമയം തന്നല്ലോ, ഞാൻ വേണ്ടിയിട്ടില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2, ഇവിടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ചെയ്തൊരു തെറ്റ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ചർച്ച കേട്ടാൽ തോന്നുക ചെയ്തൊരു തെറ്റ് ഈ പ്രതിയെ പിടിച്ചതാണ്. അത് നിങ്ങൾക്കൊരു തെറ്റായി തോന്നുമെങ്കിൽ ജനങ്ങൾക്ക് അതൊരു തെറ്റായി തോന്നില്ല. 3, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു. അതൊക്കെ വെയിറ്റ് ആൻഡ് സീ, കാണാം. അത് ഓരോന്നിനും ഉണ്ടാകും. പിന്നെ ഇവിടെ ശ്രീ വാഴക്കം പറഞ്ഞതിന് ഞാൻ ഉത്തരം പറയാം. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഹെൽമെറ്റ് ഇടിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ 4 പേരെ മുഖംമൂടി അണിയിച്ചു, ഞങ്ങളതിനെ തെറ്റാണ്, അതിനെ പ്രതികരിച്ചു. അതുപോലെ ഞങ്ങൾ അന്ന് വെല്ലുവിളിച്ചു, ഇത് മുഖംമൂടി അണിയിച്ചവർ യഥാർത്ഥ പ്രതികളല്ല. അതുപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വെല്ലുവിളിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? ഹെൽമെറ്റ് ഇടിച്ചയാൾ യഥാർത്ഥ പ്രതിയല്ല, ഇത് ആളെ പറ്റിക്കലാണ്, ഇത് കബളിപ്പിക്കലാണ്, ഇത് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ഞങ്ങളന്ന് പറഞ്ഞല്ലോ, ഞങ്ങളന്ന് പറയും. കാരണം ഞങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട്. ഒന്നും അറിയാത്ത 4 പോലീസുകാരുടെ തലയിൽ നിങ്ങൾ മുഖംമൂടി അണിയിച്ചാൽ ഞങ്ങളത് പറയും. എന്നാൽ യഥാർത്ഥ പ്രതിയെ പിടിച്ച് ഹെൽമെറ്റ് ഇട്ടാൽ നിങ്ങൾക്കത് പറയാൻ പറ്റില്ല. ഇത് രണ്ടുമാണ് വ്യത്യാസം. അത് നിങ്ങൾ അംഗീകരിക്കണ്ടേ? അത് നിങ്ങൾ അംഗീകരിക്കാതെ ഇങ്ങനെ പോകുന്ന രീതി ശരിയാണോ? ശ്രീ ജോസഫ് വാഴക്കൻ മറുപടി. ഞാനൊന്ന് പറയട്ടെ, ഏകപക്ഷീയമായി ഞാനൊന്ന് പറയട്ടെ. അന്ന് ഇതുപോലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടില്ല, പൊൻതൂവലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞിട്ടില്ല. അന്ന് പോലീസിന്റെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടില്ല പ്രതികളെ അറസ്റ്റ് ചെയ്തെന്ന്. സംശയമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. അവരെ പൊതുജന മധ്യത്തിൽ അവരുടെ തല മൂടിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരു തെറ്റുമുള്ള കാര്യമല്ല. കാരണം അവർ പ്രതികളല്ല എങ്കിൽ അവരെ പ്രതികളായി മുദ്ര കുത്തി സമൂഹത്തിൽ അവർ മോശക്കാരാക്കാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് സംശയമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അവരുടെ മുഖം കാണിക്കാതിരിക്കുന്നത്. അതല്ലാതെ ഒരു സ്ഥലത്തും പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നോ പ്രതികളെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെയോ പോലീസിന്റെയോ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും പറയാത്തൊരു കാര്യമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ പിടിയിലായ പ്രതിയെ ഹെൽമെറ്റ് ധരിപ്പിച്ച് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അത് പ്രതിയല്ല, അതൊരു കബളിപ്പിക്കൽ തന്ത്രമാണെന്നൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ താങ്കൾ തയ്യാറാണ്? ക്യാമ്പിലെ 4 പോലീസുകാർ ഈ കൊലപാതകത്തിന്റെ പിന്നിലുണ്ട്. അങ്ങനല്ല ഞാൻ ഉന്നയിച്ചത്. അന്ന് പ്രതിയാണോ എന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ പ്ലീസ്. ഞാൻ പറയുന്നത് എനിക്ക് പൂർത്തിയാക്കാൻ സമയം തരണം. ഞാൻ പറയട്ടെ, അന്ന് തലയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാനെന്ന് പൂർത്തിയാക്കട്ടെ. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവർ പ്രതികളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരെ കോടതിയിലും ഹാജരാക്കിയിട്ടില്ല, ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഹെൽമെറ്റ് ധരിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളുകൾ പ്രതികളാണെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങളതിനെ എതിർത്തിട്ടില്ല. പ്രതിയാണ്, ആയിരിക്കാം.
പക്ഷേ ഈ ദുരൂഹത എന്തിനു കൊണ്ടു നടക്കുന്നു? ഇതാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? അല്ല ആർക്ക് വേണ്ടിയിട്ടാണ്? ഏത് കഥ മെനയാൻ വേണ്ടിയിട്ടാണ് എന്നതിനെക്കുറിച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വെറുതെ എന്തിനാണ് സമൂഹത്തിൽ ഈ ദുരൂഹതകൾ ഉണ്ടാക്കുന്നത്? അതിനെക്കുറിച്ചാണ് മറുപടി പറയേണ്ടത്. അതല്ലാതെ ഞങ്ങൾക്കാർക്കും താങ്കളുടെ ചോദ്യത്തിന് മറുപടി കിട്ടിയല്ലോ. ജോസഫ് വാഴക്കൻ അതിന് മറുപടി പറഞ്ഞല്ലോ. താങ്കൾക്ക് എന്താണ് അതിൽ ഇനി കൂട്ടിച്ചേർക്കാനുള്ളത്? ഇല്ല. അപ്പൊ അത് വളരെ ഗൗരവമാണ്. അപ്പൊ അതിലൊരു പ്രധാന പ്രശ്നമുണ്ട്. അതിലൊരു പ്രധാന പ്രശ്നം കാരണം സംശയം തോന്നിയ 4 പേരെയാണ് മുഖമൂടി അണിഞ്ഞത്. അപ്പൊ കേരള പോലീസിലുള്ള 4 പേരായിരുന്നു അവർ. പോലീസ് ക്യാമ്പ് ഓഫീസിലുള്ളവരായിരുന്നു. അപ്പൊ പോലീസുകാർ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തു എന്നാണോ നിങ്ങളുടെ അന്വേഷക സംഘവും ഗവൺമെന്റും അതിൽ സംശയിച്ചിരുന്നത്? അങ്ങനെയാണ്. അത് വളരെ ഗൗരവമാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥയാണ്. നിങ്ങളുടെ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു കള്ളക്കഥയാണത്. അദ്ദേഹം എന്തെല്ലാം കാര്യം പറഞ്ഞു. ആ ചെരുപ്പ് ഇട്ടപ്പോൾ അദ്ദേഹം എന്നാ പറഞ്ഞത്? എന്തിനാ ഈ ചെരുപ്പ് തൂക്കിയിടുന്നത്? അവിടെ വെച്ച് അതല്ലായിരുന്നു മുഖ്യ തെളിവ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, പിന്നെ രേഖാചിത്രം ഇറക്കിയപ്പോൾ അത് ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ചതാന്ന്. ഇതൊക്കെ ഉണ്ടാക്കിച്ച ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇതുപോലെയുള്ള വില കുറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ചോദ്യം, പോസ്റ്റ്മോർട്ടം PG വിദ്യാർത്ഥിയെ കൊണ്ട് നടത്തിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ എടുക്കാഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഫോറൻസിക് സർജന്മാർ 4 ദിവസം കഴിഞ്ഞും ആഭ്യന്തര വകുപ്പ് പറയാത്തതിന്റെ ഭാഗമായി വരാൻ വൈകിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഒരു ഗ്രൂപ്പ് ഓഫ് ടീം സർജന്മാർ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള കോടതി വിധി ഇരിക്കെ അത് ചെയ്യാത്തതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ട് ദഹിപ്പിച്ചു? എന്തുകൊണ്ട് ദഹിപ്പിച്ചില്ല? ദഹിപ്പിച്ചു, അത് കുഴിച്ചു മൂടിയില്ല. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ശ്രീ ജോസഫ് വാഴക്കൻ ജനം ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഇന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അന്ന് എന്തുകൊണ്ട് അവിടുത്തെ MLA ഈ ഇതിലെ കൂടെ പോയില്ല? ഒരു കൊലപാതകം, അതുകൊണ്ട് പറയണം എന്തുകൊണ്ട് പോയില്ല. ഒരു കൊലപാതകം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ. ഒരു കൊലപാതകം ഉണ്ടായാൽ, ഞാൻ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഉണ്ടായാൽ അതിന് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആഭ്യന്തരമന്ത്രിയല്ല, അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഫോറൻസിക് പോലീസ് സർജനുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. മറ്റ് വേറെ ആരെങ്കിലും എറണാകുളം ജില്ലയിൽ തന്നെ അതുപോലെയുള്ള ഡോക്ടർമാർ നിരവധിയുണ്ട്. ഈവൻ മൂവാറ്റുപുഴയിൽ പോലും പോലീസ് സർജനുണ്ട്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അത് കൊണ്ടുപോയി ഇന്നൊരു സർജനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റൂമിൽ കയറി ആര് ചെയ്തു എന്ത് ചെയ്തു എന്നൊക്കെ തിരുവനന്തപുരത്തിരിക്കുന്ന മന്ത്രിയൊന്നുമല്ല അറിയുന്നത്. അവരാർക്കും അതിനെക്കുറിച്ച് ബന്ധപ്പെടില്ല. അങ്ങനെ ഒരു തെറ്റവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം. അധികാരം ഉണ്ടല്ലോ ഇപ്പോൾ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ, ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ പേരിൽ, ഹോസ്പിറ്റൽ അധികാരികളുടെ പേരിൽ നടപടി എടുക്കുക തന്നെ ചെയ്യണം. അതിനൊന്നും ഒരു സംശയമില്ല. വേറൊന്ന് ഞാൻ ചോദിക്കട്ടെ, ആ കൂട്ടത്തിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ CPM അല്ലേ? അവിടുത്തെ MLA CPM അല്ലേ? അവിടുത്തെ MP CPM അല്ലേ? അവർ പല തവണ പരാതി കൊടുത്തിട്ട് ആ MLA ഒക്കെ വീട്ടിൽ പല തവണ പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ, 4 ദിവസം വരെ ഈ മരണം നടന്നിട്ട് 4 ദിവസം വരെ ഒരു വാർത്തയുണ്ടാക്കാൻ അവർക്ക്, അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അന്വേഷിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ വർത്തമാനം പറയാ. അതിനെക്കുറിച്ച് ഇന്നലെ പറയാ പോലീസ് എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തി വിവരം അറിയിച്ചില്ല? അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണോ? പോലീസ് കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. ഈ ബന്ധപ്പെട്ട പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് മെമ്പർമാർ വരെ CPMൻ്റെ ആളുകളായിട്ട് അതിനകത്ത് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെറുവെള്ളയിറക്കിയില്ല. അവസാനം അവർ പ്രതിപക്ഷ നേതാവ് അന്നത്തെ ശ്രീ VS അച്യുതാനന്ദൻ വന്നപ്പോൾ അവർ പൊട്ടിക്കരയാണെന്നുള്ള ഓരോരുത്തരുടെ പേര്, ജനപ്രതിനിധികളുടെ പേര് പറഞ്ഞുകൊണ്ട്. ഞാൻ അവരുടെ അതിലെ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ഇവിടെ തീരത്തേയില്ല. ഞാൻ വരാം. ശ്രീ സജീവ് ടി പ്രഭാകർ, ഇപ്പോൾ ആദ്യഘട്ടത്തിലുണ്ടായ തെളിവ് നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെളിവുകൾ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്ത സംഭവം ഈ കേസിൻ്റെ തുടരന്വേഷണത്തെയോ വിചാരണ ഘട്ടങ്ങളിലെയോ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള ഗൗരവമുള്ള പ്രശ്നങ്ങളാണോ? തീർച്ചയായിട്ടും. കാരണം സീൻ മഹസർ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. അത് ആ ക്രൈം സീൻ, അതായത് ക്രൈം നടന്നിട്ടുള്ള ആ സ്ഥലത്ത് വെച്ച് തയ്യാറാക്കുന്നൊരു സാധനം. ഇവിടെ അത് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ് കിട്ടിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ആര് ചെയ്തു, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ശരീരത്തിൽ കാണുന്ന മുറിവുകൾ, മരണകാരണം, ഇത് കണ്ടെത്തുന്നതിനാണ് പോസ്റ്റ്മോർട്ടം. അതോടൊപ്പം തന്നെ പോലീസ് ചെയ്യുന്നൊരു കൃത്യമുണ്ട്, അതിനെയാണ് ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം തമ്മിൽ മുറിവുകളിൽ വ്യത്യാസങ്ങൾ കണ്ടാൽ അത് തീർച്ചയായിട്ടും വിചാരണയെ ബാധിക്കും. അത് വ്യത്യാസങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇതൊരു പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ക്യൂറബിളാണ്.
വലിയ അതിന്റെ അത് വിശകലനം ചെയ്യപ്പെടുന്ന പ്രധാന ഘട്ടം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ട വിഷയം. ട്രയലിൽ പരിശോധിക്കപ്പെടുമ്പോൾ അതിനകത്ത് ഇറഗുലാരിറ്റി ക്യൂറബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രതിയെ സഹായിക്കുന്ന രീതിക്കായിരിക്കും. ഞാൻ സൂചിപ്പിക്കാം, ഈ സംഭവം കഴിഞ്ഞിട്ട് ഈ സ്ഥലവും പരിസരവും പോലീസ് കസ്റ്റഡിയിൽ വേണ്ടതല്ലേ? എത്ര ദിവസം അവിടെ വന്നവനും പോനവനൊക്കെ കീറിയിറങ്ങിപ്പോയി, എല്ലാ തെളിവുകളും നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഒരു കീറ കടലാസ് പോലും അവിടെ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയത് ആര്? അതാണ് കണ്ടെത്തേണ്ടത്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്ര ധൃതി പിടിച്ച് ഈ കാര്യങ്ങൾ ചെയ്തത് എന്തിന്? അത് 23 വയസ്സുകാരനായ ഒരു പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. അതായിരുന്നു അയാളുടെ സ്വാധീനം. അത് അയക്കത്ര സ്വാധീനം ഉണ്ടായോ അവിടെ? ഈ പെരുമ്പാവൂർ ഈ ഇറക്കി കേരളത്തിൻ്റെ സ്വാധീനം ഉണ്ടായോ? വേറെ 23 വയസ്സ്. ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു സാമ്പത്തിക നേതാവല്ല, കൂലിപ്പണിക്ക് വന്ന ഒരാൾ. അദ്ദേഹം ചെയ്യണമെങ്കിൽ ഇത്രയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പുറകിലെ ആരാണ്? വ്യക്തമായ അന്വേഷണം. ജനങ്ങൾക്ക് സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ആ സംശയം ദൂരീകരിക്കേണ്ടത് ബഹുമാനപ്പെട്ട റിയാസിൻ്റെ കക്ഷി ഇപ്പോൾ ഭരിക്കുന്നു. നിങ്ങളാണ് അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത്. ശരി, ഞാൻ റിയാസിന് മറുപടി പറയാൻ അവസരം തരാം. ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് വരാം. വയറായാൽ ഷേപ്പ് വേണം, ഷേപ്പ് ആവാനോ ഇൻ ഷേപ്പ് വേണം. അങ്കിൾ പല്ലുവേദനയാ? ഈ ഗുളിക ട്രൈ ചെയ്യൂ. നീ ചൂടുവെള്ളം പിടിച്ചോ? നീ ഉപ്പുവെള്ളം കവിൾ കൊണ്ടോ? എല്ലാം ട്രൈ ചെയ്തു, ഒരു ഫലവുമില്ല. ട്രൈ ചെയ്യൂ കോൾഗേറ്റ് പെയിൻ ഔട്ട് ഡെന്റൽ ജെൽ. ഇതിന്റെ ഓരോ തുള്ളിയിലുമുണ്ട് കറിയാമ്പൂവിന്റെ ഗുണങ്ങൾ അടങ്ങിയ ആക്റ്റീവ് യൂജിനിയ ഫോർമുല. ഇത് നൽകും പല്ലുവേദനയിൽ നിന്ന് ഉടനടി ആശ്വാസം. പുതിയ കോൾഗേറ്റ് പെയിൻ ഔട്ട് ഡെന്റൽ ജെൽ വെറും ഒരു തുള്ളി കൊണ്ട് പല്ലുവേദനയിൽ നിന്ന് ഉടനടി ആശ്വാസം. കോൾഗേറ്റ്, ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. I journey through life and behold your regal beauty, your brilliance like a sky full of stars, because the heart wants what it wants. Live the royal way. Royal Ford, tableware, cookware and kitchenware. കല്യാണത്തിന്റെ ഓരോ മൊമെന്റും ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും. അത് ബെസ്റ്റ് ആയി ക്യാപ്ചർ ചെയ്യണം. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ്, എക്സലന്റ് സർവീസ്, മാട്രിമോണി ഫോട്ടോഗ്രാഫി. ബെസ്റ്റ് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി. I journey through life and behold your regal beauty, your brilliance like a sky full of stars, because the heart wants what it wants. Live the royal way. Royal Ford, tableware, cookware and kitchenware. MotoG Plus presents Furious 7, premiering 19th June, Sunday at 1 p.m. and 9 p.m. Only on Sony Pix. Stay amazed. സ്കൈ സമ്മർ സർപ്രൈസസ് അവതരിപ്പിക്കുന്നു ഗോൾഡൻ ഡ്രൈവ് 6. 2 മെഴ്സിഡീസ് ബെൻസ് കാറുകളും 125 പവൻ സ്വർണവും സമ്മാനം. 500 ദിർഹമിന്റെ പർച്ചേസിലൂടെ സ്കൈ ജ്വല്ലറിയുടെ സ്വർണ്ണ ഭാഗ്യശാലികളാകുവാൻ അവസരം. ഡയമണ്ട് ആഭരണങ്ങളിൽ മേൽ 100% ഉറപ്പുള്ള ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക്. സ്കൈ ജ്വല്ലറി സമ്മർ സർപ്രൈസസ്. കോൾഗേറ്റ് സെൻസിറ്റീവ് പ്രോ റിലീഫിന് നന്ദി. ഹരീഷിന് ഇപ്പോൾ തന്റെ ഐസ് ഗോള ആസ്വദിക്കുവാൻ കഴിയുന്നു. Go to Juhu Beach, have this gola. So that gola also I wouldn't be because it's pure ice. ഇങ്ങനെ അവിടുന്നും ഇവിടുന്നും കടിച്ചു തിന്നും പിന്നെ കുറച്ചൊക്കെ മെൽറ്റാക്കി then just gulp it down. While I was with the dentist for the regular checkup, then he said like you can go for Colgate Sensitive Pro Relief. കോൾഗേറ്റ് സെൻസിറ്റീവ് പ്രോ റിലീഫ് പല്ലുകളിലെ പുളിപ്പുള്ള ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുവാൻ സഹായിച്ച് ഉടനടി നീണ്ടു നിൽക്കുന്ന ആശ്വാസം നൽകുന്നു. I mean I don't wait anymore. I just start sipping it. I just start eating it. Nothing at all. It just went down smoothly. കോൾഗേറ്റ് സെൻസിറ്റീവ് പ്രോ റിലീഫ്. ഇപ്പോൾ നേടൂ ഒരു സ്ലിം സോഫ്റ്റ് ടൂത്ത് ബ്രഷ് കോൾഗേറ്റ് സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റിനൊപ്പം തികച്ചും സൗജന്യമായി. ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന ഇന്ത്യയുടെ നമ്പർ 1 സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ 6000 കോടിയുടെ ഓക്സിജൻ സിറ്റി തൃശൂരിൽ. റെസിഡൻസ്, IT പാർക്ക്, എന്റർടൈൻമെന്റ്, ഷോപ്പിംഗ് 62 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഈ ടൗൺഷിപ്പിലെ 10ാം നമ്പർ വസതിയിൽ നിങ്ങളുടെ അയൽവാസിയായി ഫുട്ബോൾ ഇതിഹാസം മറഡോണയും. പരിസ്ഥിതിക്ക് വ്യതിയാനം വരുത്താതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള രൂപകൽപ്പന. ബിസിനസ് പങ്കാളിത്തത്തിനും തൊഴിലവസരങ്ങൾക്കും 00918040751901 എന്ന നമ്പറിൽ മിസ് കോൾ അടിക്കുകയോ info@chemmannooroxygencity.com ഇമെയിൽ അയക്കുകയോ ചെയ്യാവുന്നതാണ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഡെവലപ്പേഴ്സ്. മണ്ണും പൊന്നും എക്കാലവും മുതൽക്കൂട്ട്.
ഏറ്റവും പുതിയ ABC റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ 10 എഡിഷനുകളിലും പ്രചാരത്തിൽ വർധനയുമായി മാതൃഭൂമിക്ക് വളർച്ചയുടെ മാധുര്യം. 10ൽ 10ന്റെ മാധുര്യം നൽകിയ എല്ലാവർക്കും നന്ദി. മാതൃഭൂമി, യഥാർത്ഥ പത്രത്തിന്റെ ശക്തി. I journey through life and behold your regal beauty, your brilliance like a sky full of stars, because the heart wants what it wants. Live the royal way. Royal Ford, tableware, cookware and kitchenware. Discover the world's finest bridal jewelry collection from Josco. വീണ്ടും ചർച്ചയിലേക്ക്. അവസാനമായി ശ്രീ മുഹമ്മദ് റിയാസ്, ചുരുക്കത്തിൽ ഇപ്പോൾ ഉയർന്നു വന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ചോദ്യങ്ങളാണെങ്കിലും ഇവിടെ മറുപടി പറഞ്ഞതാണെങ്കിലും ഒക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ല. ഇപ്പോൾ താങ്കൾ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, ക്യാമ്പിലെ പോലീസുകാരെ തലയിൽ മുണ്ടിട്ട് പ്രതികളെന്ന വ്യാജേന മാധ്യമങ്ങളുടെ മുന്നിലൂടെ നടത്തി എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സർക്കാർ അധികാരമേറ്റ ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഒരു നടപടി ആ വിഷയത്തിൽ ഉണ്ടാവാത്തത്, ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാത്തത്? ഒന്ന്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ചർച്ച വളരെ പോസിറ്റീവായി വിഷയത്തെ ജനം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ചർച്ച ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാനത് പറഞ്ഞത്. ഒന്നാം ഘട്ടം അന്വേഷണം, പ്രതിയെ പിടിച്ചെങ്കിലും ഒന്നാം ഘട്ടമായി, നെക്സ്റ്റ് വരുന്നേ ഉള്ളൂ, വെയിറ്റ് ആൻഡ് സീ. ഞാൻ ആ പറഞ്ഞ അഭിപ്രായത്തിലേക്ക് വീണ്ടും ചർച്ച കഴിയാൻ നേരത്തെ എല്ലാവരും എത്തി എന്നാണ് അവസാനം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഇന്ന സംശയങ്ങളുണ്ട്, അത് ദൂരീകരിക്കണം, അതിന് ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. അപ്പോൾ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തി. പിന്നെ എന്നെക്കൊണ്ട് പഴയത് പറയിപ്പിച്ചതാണ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഇത്തരം ഒരു ഡിസ്കഷനകത്ത് പഴയത് പറഞ്ഞുകൊണ്ട് പോകണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷെ നിർബന്ധിതനാക്കിയതാണ്. ആ നിർബന്ധിതനാക്കിയതിൻ്റെ പ്രധാന പങ്ക് എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത 2 സുഹൃത്തുക്കൾക്കാണ്, BJPയുടെയും UDFൻ്റെയും പ്രതികരിച്ച് വന്നവർക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ വീഴ്ചകൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പറഞ്ഞ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ എന്ത് നടപടി, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് അതേ ഗൗരവത്തിൽ എടുക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല, ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഈ പ്രതി ഒറ്റയ്ക്ക് ചെയ്താണോ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഉണ്ടോ, എന്താണ് ഇതിൻ്റെ രീതി എന്നുള്ളതാണ്. അത് കാത്തിരുന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഒന്ന്, അന്വേഷണ സംഘത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനില്ല. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് BJPയുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞതുപോലെ പറയാൻ എനിക്ക് പറ്റില്ല, അതിൻ്റെ പോരായ്മകൾ. അത് കാത്തിരുന്ന് കാണാം. പക്ഷേ ദയവ് ചെയ്ത്, കാലം ഒരുപാട് മാറി. അത് ഞാനായാലും നിങ്ങളായാലും ആ മാറിയ കാലത്തിനനുസരിച്ച് ഇത്തരം വിഷയങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതാണ് ജനം ആഗ്രഹിക്കുന്നത്. സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് സ്വയം പരിഹാസ്യരാകാനേ കാരണമാകൂ എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, വിശാലമായ ഒരു ക്യാൻവാസിൽ ഇത് പ്രതിയെ പിടികൂടി എന്ന വിവരത്തെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ കോൺഗ്രസ് താങ്കളൊക്കെ തയ്യാറാണോ? അല്ല, ഞങ്ങൾ അതിനെതിര് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് അനാവശ്യമായ ദുരൂഹതകൾ ഉണ്ടാക്കി, അനാവശ്യമായി വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി, ആളുകളിൽ സംശയം ഉണ്ടാക്കാനായിട്ട് നിന്നു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു പോലീസ് എന്നുള്ള അഭിപ്രായമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പം റിയാസിനോട് എനിക്കൊരു കാര്യം പറയണം, ഞങ്ങളൊക്കെ അതുപോലെ പോസിറ്റീവായി തന്നെ കാര്യങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു നിലപാടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാട് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഒരേ നിലപാടേ ഉള്ളൂ. നമ്മൾ തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഞങ്ങൾ ഇതിനെ ഒന്നും തള്ളിക്കളയുന്നില്ല. പ്രതി ഇത് തന്നെ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കേസ് അന്വേഷണം അനന്തമായി നീണ്ടുപോകരുത്. ഇതിനകത്ത് യഥാർത്ഥ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ്. പക്ഷേ ജനങ്ങളിൽ സ്വാഭാവികമായി ഉയർന്നു വന്നിരിക്കുന്നത്, കാരണം പുറത്തു വന്നിരിക്കുന്ന കഥകൾ പലയിടത്തും കൂട്ടി യോജിപ്പിക്കപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ, അത് പരസ്പരം ചേരാതെ വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന കൺഫ്യൂഷൻ, അത് താങ്കൾ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ അവസാനമായി ശ്രീ PM വേലായുധൻ, ഈ ഡമ്മി പ്രതിയാണെന്ന വാദത്തിൽ BJP സംസ്ഥാന നേതൃത്വം കൂടി ഉറച്ചു നിന്ന് ഒരു CBI അന്വേഷണത്തിന് ഹർജി വരുമ്പോൾ അതിനെ കേന്ദ്രം പിന്തുണയ്ക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണോ ശ്രമിക്കുന്നത്? ചുരുക്കത്തിൽ ഈ കേസിൻ്റെ വ്യക്തമായ തെളിവുകൾ വരണമെങ്കിൽ കലാഭവൻ മണിയുടെ കേസ് ഇപ്പോൾ CBIക്ക് വിട്ടതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേസ് CBIക്ക് വിടട്ടെ, നമ്പർ 1. രണ്ടാമത്, റിയാസെ,
ഞാൻ പറഞ്ഞതല്ല, റിയാസ് പറഞ്ഞതല്ല, വാഴക്കൻ പറഞ്ഞതല്ല. ഈ ജിഷയുടെ അച്ഛൻ പറഞ്ഞ ആരോപണം, അച്ഛൻ കൊടുത്ത പരാതി മുഖ്യമന്ത്രിക്ക്, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ആ അച്ഛൻ കൊടുത്ത പരാതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുവരെയും അന്വേഷിച്ചിട്ടില്ലല്ലോ. അന്വേഷിക്കട്ടെ, അന്വേഷിക്കേണ്ടതല്ലേ? ഒരു മകൾ നഷ്ടപ്പെട്ടപ്പോൾ ആ അച്ഛൻ്റെ ദുഃഖം, ആ അച്ഛൻ ആരോടെ പറയേണ്ടത്? ഈ രാജ്യം ഭരിക്കുന്ന ഭരണത്തലവൻ, കേരളത്തിൻ്റെ ഭരണത്തലവൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പറഞ്ഞു. ലോക്നാഥ് ബെഹ്റയെ നേരിട്ട് കണ്ടു പറഞ്ഞു. അതിൻ്റെ കടലാസ് എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മുഖ്യമന്ത്രി അത് പരിഗണിച്ച് നടപടിയെടുക്കുമെന്നാണ് റിയാസ് പറഞ്ഞത്. നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ഈ വിഷയത്തിൽ ഇന്നുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ, നമ്മൾ ഇതിന് പിന്നാലെ തന്നെ ഉണ്ടല്ലോ. ഏതായാലും ആ നിലയ്ക്ക് നമുക്ക് അത് പരിഗണിക്കുകയും ചെയ്യാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ PM വേലായുധൻ, അഡ്വക്കേറ്റ് സജീവ് ടി പ്രഭാകർ, എല്ലാവർക്കും നന്ദി.